ഈ ആൾക്കാരെ ഇടിച്ചിട്ടിട്ട് ഒരബദ്ധം പറ്റിയെന്ന് വിചാരിച്ചാൽ അത് ക്ഷമിക്കും ആൾക്കാർ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ക്ഷമിക്കും. അതിന് പകരം കള്ളത്തരം കാണിക്കുന്ന ഇതുപോലെ SHOമാരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്താനും കൊള്ളൂല. അവിടെ ഇതല്ലേ കാണിക്കുള്ളൂ, ഈ രീതിയിലുള്ള പ്രവൃത്തിയല്ലേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇയാൾക്ക് മാതൃകാപരമായൊരു ശിക്ഷ കൊടുക്കണം, ഇയാളെ സസ്പെൻഡ് ചെയ്യണം. ഇയാളെ പറ്റുമെങ്കിൽ സർവീസിൽ നിന്ന് എടുത്ത് കളയുന്നത് തന്നെ നല്ലത്. കാരണം ഇയാൾ മനുഷ്യനെ സംരക്ഷിക്കാനും ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനും ആണ് പോലീസിനെ കേരളത്തിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അവർക്ക് ട്രെയിനിങ്ങും കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഡ്യൂട്ടിയാണ് പ്രാഥമികമായിട്ട് ഒരു SHO ചെയ്യേണ്ടത്. അതിന് വിപരീതമായി ഈ രീതിയിലുള്ള പ്രവൃത്തി ചെയ്തിട്ട് ഒരാളെ മരണത്തിലേക്ക് നയിക്കാൻ കൂട്ടുനിന്നു ഇയാൾ സ്വന്തമായിട്ട്. എന്നിട്ട് മറ്റൊരാളെ പുറത്ത് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വണ്ടി നന്നാക്കി താൻ അറിഞ്ഞില്ല എന്ന് വരുത്താനായിട്ട്. എന്തിനാണ് ഇയാൾ കിളിമാനൂർ ഭാഗത്തൂടെ പോയത്? ഇയാൾ 24 hours ഡ്യൂട്ടിക്കാരനല്ലേ പാറശാലയിൽ. ഇയാൾ എവിടുത്തുകാരനാണെന്ന് അനിൽകുമാർ എവിടുത്തുകാരനാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ കിളിമാനൂർ ഇയാൾ എന്തിനു പോയി അതേപ്പറ്റി അന്വേഷണം ഉണ്ടാകും. ഇയാൾ അവിടെ എങ്ങാനും വീടാണോ, അത് വേറെ വല്ലവരും വീട്ടിൽ പോയതാണോ, വെളുപ്പിനെ 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടിയതാണോ, ഇതൊന്നും നമുക്കറിയില്ല. അതൊക്കെ ഇനി അന്വേഷിക്കണം. അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ആൾക്കാരാണ് ഇത് പാറശാല SHOയുടെ വണ്ടിയാണ് എന്ന് കണ്ടെത്തിയത്. അത് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് എന്തായാലും FIR എടുത്തിരിക്കുന്നു. സെക്ഷൻ എത്രയാണെന്നും 304 തന്നെ IPC അല്ലെങ്കിൽ 105 BNS തന്നെ ഇടണം എന്നാണ് എൻ്റെ അഭിപ്രായം.